മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന 105 വീടുകളുടെ അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് നടന്നത്. തൃക്കേപ്പറ്റയ്ക്ക് അടുത്താണ് ഈ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ 11 ഏക്കറിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചടങ്ങിന് ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയും IC ബാലകൃഷ്ണൻ MLA-യും എത്തിയത് നേരെ ഈ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് ശേഷം നേരെ എത്തിയത് തൃക്കേപ്പറ്റ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ഭാരവാഹികളുമായി സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരൊക്കെ സംസാരിച്ചു. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. എല്ലാവരെ സംബന്ധിച്ച് സന്തോഷമുള്ള കാഴ്ചയാണ്. നിങ്ങളെ സംബന്ധിച്ചു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അനുഭവമാണ് ഇപ്പോൾ ഞങ്ങൾക്കുണ്ടായത്. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സഡനായിട്ടാണ് അദ്ദേഹം വരാൻ സമ്മതിച്ചും ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്തത്. അതിൽ പ്രത്യേകിച്ച് ഞങ്ങളൊരു ഒരു ഒരു നേട്ടം കണ്ടുകൊണ്ടല്ല ചെയ്യുന്നത്. അതായത് പരസ്പരമായ സഹകരണം നമുക്ക് ആവശ്യമാണ്. അപ്പം അത്രയും ദുരിതത്തിൽ കിടക്കുന്ന ചുണ്ടൽ നിവാസികൾക്ക് ഇത്രയും ഇതായിട്ട് അവർ ചെയ്തു കൊടുക്കുമ്പോൾ ഞങ്ങളേതായിട്ട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് സഹകരിച്ച് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള അതിനോട് ഞങ്ങളത് ഫുൾ പ്ലഡ്ജഡാണ് എന്ന് അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇപ്പം ഞങ്ങളിലുള്ളൂ. വയനാട് നമുക്ക് ആ ദുരിതത്തിൽപ്പെട്ടവരെല്ലാം രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ അതിനൊക്കെ നമുക്ക് സാധിച്ചത് എല്ലാ സമുദായങ്ങളുടെയും കൂട്ടായ്മയിലൂടെയാണ്. ജാതി മത കക്ഷി ഭേദമന്യ മനുഷ്യരെല്ലാം അവിടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതുകൊണ്ടാണ്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയ രീതിയിൽ അസഹിഷ്ണുതകളിലൊക്കെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. ശരിക്കും ആ സമയത്താണ് ഇങ്ങനെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാഴ്ച. തീർച്ചയായിട്ടും അത് കേരളത്തിൽ മാത്രമല്ല ഈ ഹാർഡ് കോർ മതം പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു സന്ദേശമാണ് ഞങ്ങൾ എടുക്കുന്നത്. കേരളം ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പ്രദേശങ്ങളല്ല, വയനാട് തന്നെ മൊത്തത്തിലാണ്. ഒരു സാമുദായിക സംഘടന ഈ ഭാഗത്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആരന്വേഷിച്ചാലും കണ്ടില്ല. എന്നുവെച്ചാൽ അത്ര സിൻസിയറായിട്ട് ഞങ്ങളെല്ലാം ഇടപെടും. അത് ഇടയ്ക്ക് അതിനൊരു പ്രതിസംശം സംഭവിച്ചിട്ടുണ്ട്. അത് എവിടുന്ന് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ നിന്ന് മാറ്റിയെടുക്കണം. നമുക്ക് ഈ ഹാർഡ് കോർ മതം നമുക്ക് വേണ്ട. എല്ലാവരും സഹകരിച്ച് പോകുന്ന അവരുടെ വിശ്വാസം തുടർന്നുകൊണ്ട് തന്നെ നമുക്ക് സഹകരിച്ച് പോകാൻ ധാരാളമുണ്ട്. അങ്ങനെ സഹകരിച്ച് പോകുന്ന ഒരു മതമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സനാതന ധർമ്മം. ആ സനാതന ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് അവരെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും അങ്ങനെയായിരുന്നു ഇവിടെ കാഴ്ച. കാരണം ഇവിടെ വന്ന് വിശദമായി സംസാരിച്ചു. ഇതിന് ശേഷമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടെ നിന്ന് മടങ്ങിയത്. മുട്ടിലിൽ ഇതുമായി ബന്ധപ്പെട്ട് മുട്ടിൽ WMO-യിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നുണ്ട്. അതായത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി യോഗം ചേരുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള നടപടികളിലേക്ക് മുസ്ലിം ലീഗ് നേതാക്കൾ കടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് രണ്ടുപേരും, അതായത് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.